വടകരയ്ക്ക് പിന്നാലെ കുറ്റ്യാടിയിലും ബി.ജെ.പിയിൽ പരസ്യ പ്രതിഷേധമാണ്. ബി.ജെ.പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽകൃഷ്ണന്റെ കോലം കത്തിച്ചു. ഇന്നലെ വടകരയിലും ജില്ലാ പ്രസിഡന്റ് കോലം കത്തിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രവർത്തകർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോലം കത്തിച്ചത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സിനോജ് തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സിനോജ്, ഈ സ്ഥാനാർത്ഥി നിർണയത്തിനു മുമ്പേ തുടങ്ങിയ പ്രശ്നമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം കാത്തിരിക്കുന്ന വേളയിലും ഈ ബി.ജെ.പിക്കുള്ളിലെ പ്രശ്നത്തിന് ഒരു കുറവുമില്ല. ശരിക്കും എന്താണ് പ്രശ്നം? ഈ നേതൃത്വത്തിന് ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം പിടിച്ചു നിർത്താൻ കഴിയാത്തത്? ഷിഹാസ്, അതായത് ഇന്നലെ വടകരയായിരുന്നു, ഇന്ന് കുറ്റ്യാടിയായിരുന്നു, നാളെയും പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ബി.ജെ.പി പ്രാദേശിക നേതൃത്വം പറയുന്നത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി.ജെ.പി കോഴിക്കോട് നോർത്ത് ജില്ലയിലാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം നേതൃത്വത്തിനെതിരെ ഉയർന്നു വരുന്നത്. കൊയിലാണ്ടിൽ മത്സരിക്കുക കൂടി ചെയ്ത ജില്ലാ പ്രസിഡന്റ് പ്രഫുൽകൃഷ്ണനെതിരെയാണ് ഈ പ്രതിഷേധം. ഇന്നലെയും ഇന്നും പ്രഫുൽകൃഷ്ണന്റെ കോലമാണ് ബി.ജെ.പി പ്രവർത്തകർ കത്തിച്ചത്. ബി.ജെ.പിയുടെ കൊടിയുമേന്തി വന്ന 100-ലധികം വരുന്ന പ്രവർത്തകരാണ് കള്ളന്മാരും കൊള്ളക്കാരും പാർട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന മുദ്രാവാക്യവുമായാണ് ഈ പ്രതിഷേധത്തിലേക്ക് കടന്നത്. അതായത് ഇന്ന് കുറ്റ്യാടി തളിക്കരയിലാണ് ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ കണ്ടത്. അതായത് വലിയ രീതിയിലുള്ള പ്രതിഷേധം കുറ്റ്യാടി, നാദാപുരം, വടകര മേഖലയിൽ ഉണ്ടാകുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലും നാദാപുരത്തും ബി.ജെ.പിക്ക് റിബൽ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ആ 2 റിബൽ സ്ഥാനാർത്ഥികളെയും അവരെ പിന്തുണച്ച 9 നേതാക്കളെയും കഴിഞ്ഞ ദിവസമാണ് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽകൃഷ്ണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് പിന്തുണ നൽകുന്നവരുമാണ് ഈ പരസ്യ പ്രതിഷേധത്തിന് പിന്നിലുള്ളത്. പക്ഷേ നേതൃത്വത്തിന് ഈ വിമത പ്രവർത്തനം അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ പാർട്ടിയുടെ കൊടികളുമായി പ്രകടനം നടത്തുകയും ജില്ലാ പ്രസിഡന്റ് കോലം തന്നെ കത്തിക്കുന്ന സംഭവം അവരെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കാനോ നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. തുടർച്ചയായ 2ാം ദിവസവും വലിയ രീതിയിലുള്ള പ്രതിഷേധം നോർത്ത് ജില്ലാ കമ്മിറ്റിയിൽ നടക്കുന്നു. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരുമെന്നാണ് ഇതിന് പിന്നിലുള്ളവർ പറയുകയും ചെയ്യുന്നത്. ഷിയാസ്, ശരി, തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ബി.ജെ.പിക്കുള്ളിലെ പ്രശ്നങ്ങളും കലാപങ്ങളും അവസാനിക്കുന്നേയില്ല. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.